ഹായ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ സുന്ദരന്മാരും സുന്ദരികൾക്കുമുള്ള ഒരുക്കത്തിനുള്ള രണ്ടാമത്തെ ഭാഗമാണ്. വിവാഹത്തിന് ഉള്ള ഒരുക്കത്തിനുള്ള രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ മുന്നൊരുക്കങ്ങൾ ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫേസിൻ്റെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫേസിൻ്റെയാണ് നോക്കിയത്. ഇനി നമുക്ക് ബോഡി കെയർ നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ബാംഗ്ലൂർ പിന്നെ കുറേ പാർലറൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ കന്നഡക്കാരും പിന്നെ മണിപ്പൂരികളൊക്കെയാണ് അവിടുത്തെ സ്റ്റാഫ്. അപ്പോൾ ആ പിള്ളേരെ നമ്മുടെ മലയാളികളെക്കുറിച്ച് ഒരു കമൻറ്റ് പറഞ്ഞിട്ടോ. വേറൊന്നുമല്ല, മലയാളികൾ മുഖം മാത്രം എനിക്ക് നടക്കുന്നവരാന്ന്. അപ്പോൾ അതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടോ. ശരിയാണല്ലോ, നമ്മൾ മിക്കവാറും നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുന്നത് മുഖത്തിന് തന്നെയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ മുടിക്ക്, അത് കഴിഞ്ഞ് വളരെ കുറവുള്ളൂ നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരൊരു കമൻറ്റ് നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റിയെടുക്കണ്ടേ? അതിന് വേണ്ടിയുള്ള ബോഡി കെയറാണ് ഞാനീ പറയണത്. അപ്പോൾ ബോഡി കെയറിന് നമുക്ക് ആവശ്യം ക്ലെൻസിങ് വേണം, സ്ക്രബ് വേണം, പാക്ക് വേണം, പിന്നെ നമുക്ക് നല്ലൊരു കുളി പാസ്സാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോഡി കെയറിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെ ക്ലെൻസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ കുളിക്കാൻ ഇച്ചിരി അധികം ടൈമൊക്കെ ഉള്ള സമയത്ത്, ഇപ്പം മണവാട്ടികൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്താൽ മതി. പിന്നെ മണവാട്ടികളാണ്, അവർക്ക് ഇനി പിന്നെ 2 months സാവകാശമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ വീക്കിലി 2 പ്രാവശ്യം ചെയ്യാം, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ, 2 ടേബിൾ സ്പൂൺ വൈറ്റ് പെട്രോളിയം ജെല്ലി, പിന്നെ 5 ടേബിൾ സ്പൂൺ കുക്കുംബർ ജ്യൂസ്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ബോഡി ക്ലെൻസിങ്ങിന് വേണ്ടത്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ മൊത്തം തേച്ച് പിടിപ്പിച്ച് ഒരു 5 to 8 minutes നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് മസാജ് ചെയ്യണം. നന്നായിട്ട് മസാജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാവണം ശരീരം, അതുപോലെ മസാജ് ചെയ്യണം. മസാജ് ചെയ്തതിന് ശേഷം ഒരു ടവല് ചെറു ചൂടുവെള്ളത്തിൽ, ഇനി നിങ്ങൾക്ക് ചൂടുവെള്ളം ബുദ്ധിമുട്ടാണെങ്കിൽ പച്ചവെള്ളമായാലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ആ ടവല് ഈ വെള്ളത്തിൽ മുക്കി നന്നായിട്ട് ബോഡി ശരീരം മുഴുവനും തുടച്ച് നീക്കണം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്ക്രബാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത്, അല്ലെങ്കിൽ ചെറുപയർ പൊടി, അതും അല്ലെങ്കിൽ കടലമാവ്, ഇതിലേതെങ്കിലും ഒരു പൊടി വേണം. പിന്നെ നമുക്ക് ഓട്സ് പൊടിച്ചത്, അതുപോലെ പിന്നെ ബദാം പൊടിച്ചത്, ചന്ദനപ്പൊടി, ഇതിലേതെങ്കിലും 1 or 2 നിങ്ങൾക്ക് അതിനകത്ത് ഇടാം. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ളത് വെജിറ്റബിൾ ഓയിൽസാണ്. വെജിറ്റബിൾ ഓയിൽ ഏത് വെജിറ്റബിൾ ആയാലും കുഴപ്പമില്ല, ഒരു 2 or 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒരു 5 ടേബിൾ സ്പൂൺ പിയേഴ്സ് സോപ്പ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൈൻഡ് ചെയ്തിട്ട് ആ പിയേഴ്സ് സോപ്പ് 5 ടേബിൾ സ്പൂൺ വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പൊടികൾ പൗഡർ ഞാൻ പറഞ്ഞത് 1 or 2 ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 3 പിന്നെ ഐറ്റമെങ്കിലും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശരീരം മൊത്തം സ്ക്രബ് ചെയ്യണം. ശരീരം മൊത്തം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നമ്മൾ ആ ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ സ്ക്രബ്. ഡെഡ് സ്കിൻ പോയാൽ തന്നെ നമ്മുടെ ബോഡിക്ക് കളറും തിളക്കവും സോഫ്റ്റ്നെസ്സും എല്ലാം കിട്ടും. അപ്പം നമ്മുടെ ഈ ഡെഡ് സ്കിന്നാണ് നമ്മുടെ ബോഡി ഇരുണ്ടതായിട്ട് തോന്നിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടും. അതാണ് ഈ സ്ക്രബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രബ് ചെയ്ത് അതും ഒരു 5 to 8 minutes നിങ്ങൾ നന്നായിട്ട് റബ്ബ് ചെയ്യണേ. എന്നിട്ട് ഇതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് നന്നായിട്ട്
ഇത് തുടച്ച് കളയണം. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു പാക്കാണ് ആവശ്യം. ബോഡി പാക്ക് ഇടണം നമുക്ക്. ബോഡി പാക്കിന് നമുക്ക് ഏറ്റവും എളുപ്പം ഇടാൻ പറ്റുന്ന പാക്ക് നമ്മുടെ മൈദ മാവും പാലും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിന് ഞാൻ അളവൊന്നും പറയുന്നില്ല. നിങ്ങൾ ഒരു കാൽക്കുലേഷനിൽ നമ്മുടെ ബോഡിക്ക് എത്ര വേണമെന്നൊരു കാൽക്കുലേഷനിൽ മൈദ എടുക്കുക. അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാല് ഒഴിക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ച് ബോഡി മൊത്തം നമുക്കത് അപ്ലൈ ചെയ്യണം. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ തുണി നനച്ച് പിന്നെ ടവൽ നനച്ചിട്ട് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ടവൽ നനച്ചിട്ട് നമുക്കത് തുടച്ച് നിൽക്കാം. പിന്നെ ഞാൻ വേറെ നമുക്ക് ഈ തൈര് നല്ലൊരു തൈര് ബേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് മൈദ ഇല്ലെങ്കിൽ വീട്ടിൽ തൈരും കടലമാവും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് തൈരിൽ ഗോതമ്പ് മാവ് ഇടാം, കടലമാവ് ഇടാം, അരിമാവ് ഇടാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് തൈരിൽ മിക്സ് ചെയ്ത് നമുക്ക് ഈ പാക്കായിട്ട് ഉപയോഗിക്കാം. അത് നല്ലൊരു വൈറ്റ്നറും കൂടിയാണ് കേട്ടോ. പിന്നെ ഒരു പാക്കും കൂടെ ഞാൻ പറയാം. അത് പിന്നെ മിൽക്ക് പൗഡറും പാലും പിന്നെ അതുപോലെ തന്നെ ഓട്സിൻ്റെ പൊടി പിന്നെ 2 തുള്ളി അല്ലെ ഒരു 3 തുള്ളി ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കാതിൽ. പിന്നെ നമുക്ക് പിന്നെ കടുകെണ്ണ, ഈ ഇത്രയും കടുകെണ്ണയും ഒരു ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ലൊരു പാക്ക് ഉണ്ടാക്കാം. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ച് ബോഡി മൊത്തം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണങ്ങുമ്പോൾ വാഷ് ചെയ്യാം. ഇതും നല്ലൊരു പാക്കാണ്. അപ്പം ഞാൻ 3 പാക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 വ്യത്യസ്ത പാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഇട്ടാൽ മതിയാവും. ഇതാണ് നമുക്ക് പാക്ക്. ഇനി പാക്കെല്ലാം ഇട്ടു. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? ക്ലെൻസിങ് ചെയ്തു, സ്ക്രബ് ചെയ്തു, പാക്ക് ഇട്ടു. ഇനി നമുക്കൊരു കുളി വേണം. അതിന് വേണ്ടി നമുക്കുള്ള ഒത്തിരി തരം കുളികളുണ്ട്. മിൽക്ക് ബാത്തുണ്ട്, ഹണി ബാത്തുണ്ട്, ലെമൺ ബാത്തുണ്ട്, പിന്നെ നമുക്ക് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു അരോമാറ്റിക് ബാത്തുണ്ട്. അങ്ങനെ ഒത്തിരി തരത്തിലുള്ള കുളികൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിൽക്ക് ബാത്ത് ഞാൻ പറയാം. അത് നിങ്ങളുടെ ബാത്ത് ടബ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ബാത്ത് ടബ് ഇല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റ് വെള്ളത്തിൽ ഞാൻ പറയുന്ന ഐറ്റംസ് ഒരു കിഴി കിട്ടിയിടണം. ഐറ്റംസ് ഇതൊക്കെയാണ്: ഓട്സ് പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ പിന്നെ മിൽക്ക് പൗഡർ പിന്നെ 2 ടേബിൾ സ്പൂൺ, കൂടാതെ നമ്മൾ തുണിയിലൊക്കെ മുക്കുന്ന സ്റ്റാർച്ച് ഉണ്ടല്ലോ, ലോണ്ട്രി സ്റ്റാർച്ച്, അതും ഒരു 2 ടേബിൾ സ്പൂൺ. ഈ 3 ഐറ്റംസ് ഒരു സോഫ്റ്റായിട്ടുള്ള തുണിയിൽ കെട്ടി നമുക്ക് ഈ വെള്ളത്തിലിട്ടാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം നല്ല പാലിൻ്റെ നിറം. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് കുളിക്കാം. നല്ല ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടും ഈ കുളി കേട്ടോ. ഇനി നിങ്ങൾക്കത് വേണ്ട, ആ കുളി വേണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് പിന്നെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കുളിക്കാം. അതുപോലെ തന്നെ ഹണി ഒരു 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് കുളിക്കാം. പിന്നെ ഇനി അരോമാറ്റിക് ഓയിൽസൊക്കെ ഉണ്ട്, അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒഴിച്ച് കുളിക്കാം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയണ, നല്ല എനർജി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കുളി പാസ്സാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുളിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബോഡി സ്ക്രബിങ് കഴിഞ്ഞ് പാക്ക് ഇടലെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് ഒരു കുളിയും കൂടെ കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഇതായിട്ട് ഇനി നമുക്ക് എന്തൊക്കെ വേണം? എൽബോസ്, കൈമുട്ടുകളും കാൽമുട്ടുകളിലുള്ള കറുപ്പ് നിറം മാറാനുള്ള റെമഡി വേണം. പിന്നെ നമുക്ക് കണ്ണുകൾ തിളങ്ങാനുള്ള റെമഡി വേണം. പിന്നെ നമുക്കൊരു മൗത്ത് വാഷ് വേണം. പിന്നെ നമുക്ക് പിന്നെ ഹെഡ് മസാജ്, അതുപോലെ ഹെയർ വാഷ് വേണം. ഇതിലെല്ലാത്തിലുപരി ഒരു ഹെൽത്ത് ഡ്രിങ്ക് വേണം. ഹെൽത്ത് ഡ്രിങ്കും വേണം. പിന്നെ നമുക്കൊരു റൊട്ടീനായിട്ട് നമുക്ക് കഴിക്കാൻ നമുക്കൊരു ഡെയിലി ഫുഡിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനും കൂടെ ഞാൻ തരുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.